അതേസമയം വിധിയുടെ ചക്രം തിരിഞ്ഞപ്പോൾ ഗിരീഷിന്റെയും സീതയുടെയും ജീവിതം തകർന്നുപോയിരുന്നു. കച്ചവടം നഷ്ടപ്പെട്ടു, വീട് വിറ്റു. അവർക്ക് രണ്ടാമത് പിറന്ന മകൻ അവന്റെ ചിറകുകൾക്ക് ബലം വെച്ചപ്പോൾ അവരെ ഉപേക്ഷിച്ച് പറന്നുപോയി. രോഗവും ദാരിദ്ര്യവും അവരെ തളർത്തി. പശ്ചാത്താപം മാത്രമായിരുന്നു അവർക്ക് കൂട്ട്. അവശരായ അവർ ആരോ പറഞ്ഞറിഞ്ഞ് പാവങ്ങൾക്ക് സൗജന്യമായി ചികിത്സ നൽകുന്ന ഒരു ആശുപത്രിയിലേക്ക് അവസാന പ്രതീക്ഷയുമായി യാത്രയായി. ആശുപത്രിയിലെത്തിയപ്പോൾ അവിടുത്തെ വൃത്തിയും ജീവനക്കാരുടെ സ്നേഹത്തോടെയുള്ള പെരുമാറ്റവും അവരെ അത്ഭുതപ്പെടുത്തി. പരിശോധനകൾക്ക് ശേഷം അവർ പ്രധാന ഡോക്ടറെ കാണാനായി കാത്തിരുന്നു. അല്പസമയത്തിനകം മുഖത്ത് കാരുണ്യം നിറഞ്ഞ ഒരു യുവതിയായ ഡോക്ടർ അവരെ മുറിയിലേക്ക് ക്ഷണിച്ചു. അവരുടെ രോഗവിവരങ്ങൾ ക്ഷമയോടെ ചോദിച്ചറിഞ്ഞ് ആശ്വസിപ്പിച്ചു. പരിശോധനകൾ കഴിഞ്ഞ് പുറത്ത് കാത്തിരിക്കുമ്പോഴാണ് ആശുപത്രിയുടെ പ്രധാന ഇടനാഴിയിൽ തൂക്കിയിട്ടിരുന്ന ഒരു വലിയ ഫോട്ടോയിൽ സീതയുടെ കണ്ണുകൾ ഉടക്കിയത്. അതിൽ തങ്ങളെ പരിശോധിച്ച അതേ ഡോക്ടർ പ്രായമായ രണ്ടുപേരുടെ നടുവിൽ സന്തോഷത്തോടെ ചിരിച്ചു നിൽക്കുന്നു. ആ മുഖങ്ങൾ സീതയുടെ ഹൃദയത്തിൽ ഒരു മിന്നൽ പിണർ പായിച്ചു. ഹരിദാസ്, ലക്ഷ്മി. അവളുടെ ശ്വാസം നിലച്ചുപോയി. കാലം മായ്ക്കാത്ത ആ ഓർമ്മകൾ അവളുടെ മനസ്സിലേക്ക് ഇരച്ചു കയറി. അവൾ ഗിരീഷിനെ തട്ടി വിളിച്ചു. ഫോട്ടോ കണ്ട അവന്റെ കണ്ണുകളും വിടർന്നു. അവിശ്വസനീയമായ ആ സത്യത്തിനു മുന്നിൽ അവർ തറഞ്ഞു നിന്നു. ആ ഫോട്ടോയുടെ താഴെ സ്വർണ്ണലിപികളിൽ ഇങ്ങനെ എഴുതിയിരുന്നു: പെൺകുഞ്ഞ് ശാപമല്ല, ദൈവത്തിന്റെ കയ്യൊപ്പുള്ള അനുഗ്രഹമാണ്. അവൾ പിറക്കുന്നിടത്ത് ഐശ്വര്യം വിളയും. ആ വാക്കുകൾ ഒരു ചുറ്റിക പോലെ അവരുടെ ഹൃദയത്തിൽ പതിച്ചു. അന്ന് തങ്ങൾ പുഴയിലൊഴുക്കിയ അനുഗ്രഹം ഇന്ന് ആയിരങ്ങൾക്ക് തണലാകുന്ന ഒരു വലിയ മരമായി മുന്നിൽ നിൽക്കുന്നു. തങ്ങളെ പരിശോധിച്ച, ആശ്വസിപ്പിച്ച ആ ഡോക്ടർ തങ്ങളുടെ സ്വന്തം മകളാണെന്ന തിരിച്ചറിവിൽ അവർ തളർന്നുപോയി. അപ്പോഴേക്കും ഐശ്വര്യ അവിടേക്ക് വന്നു. അവരുടെ മുഖത്തെ ഭാവമാറ്റം കണ്ട് അവൾ ചോദിച്ചു: എന്തുപറ്റി? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? സീത പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവളുടെ കാൽക്കലേക്ക് വീണു. വാക്കുകൾ കിട്ടാതെ അവൾ വിതുമ്പി: